ബിഗ് ബോസ് സീസൺ 7 മലയാളം എപ്പിസോഡ് 45 റിവ്യൂ. വന്നവരും നിന്നവരും ഹോട്ടൽ ടാസ്ക് കുളമാക്കിയപ്പോൾ കയ്യടി നേടി അനീഷ്. ശോഭയെപ്പോലും കലയിപ്പിച്ച് ബഹുമാനം നേടിയെടുത്ത അനീഷിന്റെ ഗെയിമിൽ കരഞ്ഞു തകർന്ന ശോഭ. മാപ്പ് പറഞ്ഞ ശോഭ. പ്രാചിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞ ഷിയാസ്. ബിഗ് ബോസ് ഹൗസിന്റെ പുറത്തേക്ക്, മതിൽക്കെട്ടിന്റെ പുറത്തേക്ക് പറന്നെവിഷനായ പ്രാചി. പല രീതിയിൽ അപമാനിച്ചിട്ടും നന്നായി ടാസ്ക് കളിച്ച ലക്ഷ്മി. രാവിലെ തന്നെ ബിഗ് ബോസ് ഹോട്ടൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു 5 സ്റ്റാർ ഹോട്ടൽ പ്രതീക്ഷിച്ച ബിഗ് ബോസിന് പണി കൊടുത്ത് ഹൗസിലുള്ളവർ. ഹോട്ടലിലേക്ക് പുതിയ അതിഥികൾ എത്തുമെന്ന് ബിഗ് ബോസ്. എല്ലാവരും റെഡിയായിരിക്കാൻ ബിഗ് ബോസ്. ശോഭയും ഷിയാസുമായിരുന്നു ചലഞ്ചേഴ്സായ അതിഥികൾ. GM ആയ ലക്ഷ്മിയും ഹൗസ് കീപ്പേഴ്സായ ഷാനവാസും അനീഷുമാണ് നന്നായി പെർഫോം ചെയ്തത്. ലക്ഷ്മിയുടെ സ്റ്റാൻഡിനെതിരെ ലാലേട്ടൻ സംസാരിച്ചു. അത് കഴിഞ്ഞ കാര്യമാണ്. അതാണ് ശോഭ കൊണ്ടുവന്ന് പലതവണ ലക്ഷ്മിയോട് പോയി കുളിക്കാൻ പറയുക, തറയിൽ വീണ് കിടക്കുന്ന വെള്ളവും അഴുക്കും തുടപ്പിക്കുക. അതൊട്ടും ശരിയായില്ല. അതും ഒരു ഹോട്ടൽ ടാസ്കിലെ GMന്. ഒരു ഹോട്ടലിൽ ജനറൽ മാനേജർ എങ്ങനെ പെരുമാറുന്നു അങ്ങനെ തന്നെയാണ് അവർ പെരുമാറിയത്. ജീവനക്കാരുടെ ഇടയിൽ അവരോട് കുളിക്കാൻ പറയുകയൊക്കെ ചെയ്തപ്പോൾ അവരുടെ മനസ്സൊന്നും ഇടിഞ്ഞെങ്കിലും അവർ അവരുടെ ടാസ്ക് മനോഹരമായി ചെയ്യുക തന്നെയാണ് ചെയ്തത്. അവരുടെ ഭാഗത്ത് ശരിയോ തെറ്റോ എന്തുമാകട്ടെ, അത് കഴിഞ്ഞ കാര്യമാണ്. പിന്നെ അത് കുത്തിപ്പൊക്കേണ്ട കാര്യമില്ലല്ലോ. ശോഭ ഹോട്ടലിൽ വന്ന് ആദിലയുടെയും നൂറയുടെയും പ്രപ്പോസൽ നടത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നി ചില പ്രകടനങ്ങൾ കണ്ടപ്പോൾ. ബാത്റൂം ജീവനക്കാരിയായ നൂറയുടെയും മുതലാളിയുടെ മകളായ ആദിലയുടെയും പ്രപ്പോസലാണ് ഈ ഹോട്ടൽ ടാസ്കിൽ വേണ്ടത്. ഒരു ആവറേജ് പെർഫോമൻസ് ആണ് ആദില ഹോട്ടൽ ടാസ്കിൽ നടത്തിയത്. മുതലാളിയുടെ ദൂർത്തിയായ തന്റേടിയായ മകൾ കുറെ നേരം GMന്റെ കൂടെ നടന്നു. പിന്നെ ശോഭ വന്നപ്പോൾ അവരുടെ പുറകെ വാലാട്ടി നടന്നു. ഇതാണോ ഈ ടാസ്കിൽ പെർഫോം ചെയ്യേണ്ടിയിരുന്നത്? ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ വേഷമായിരുന്നു അത്. നൂറയും അഭിലാഷും വാഷ്റൂമിലുള്ള തങ്ങളുടെ റോൾ നന്നായിട്ട് തന്നെ ചെയ്തു. നല്ല ക്ലീനിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഒരു ഹോട്ടലിലെ അറ്റ്മോസ്ഫിയറിന് പറ്റിയ അന്തരീക്ഷം. അവർക്ക് അതിന് സ്റ്റാർ കിട്ടുകയും ചെയ്തു. ഹോട്ടൽ മുതലാളിയുടെ മകളുടെ ഫ്രണ്ടായ ആര്യനാകട്ടെ എപ്പോഴും ശോഭയുടെ സാരി തുമ്പ് പൊക്കി പിടിച്ചു നടക്കുകയാണ് ചെയ്തത്. ജിസൈലിന്റെ പുറകെ നടക്കുന്നതിനുള്ള ഹിന്റായിട്ടാണ് അത് കൊടുത്തത്. അതവന് മനസ്സിലായിട്ട് കൂടി ഇല്ലെന്ന് തോന്നുന്നു. ആദിലയുമായി ചേർന്ന് ഗെയിം കളിക്കേണ്ട ആര്യനാണ് ഗസ്റ്റിന്റെ പുറകെ അസിസ്റ്റന്റായിട്ട് നടക്കുന്നത്. ഇവർക്കൊന്നും ഗെയിം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഏറ്റവും വെറുപ്പിച്ചത് ബിന്നിയാണ്. ചീഫ് ഷെഫായ ബിന്നി മിക്കപ്പോഴും ഹോട്ടലിന്റെ ഉള്ളിൽ കൂടെ കറങ്ങി നടക്കുകയാണ്. ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു, ഗസ്റ്റിന്റെ പുറകെ നടക്കുന്നു. അസിസ്റ്റന്റ് മാനേജറും ജനറൽ മാനേജറും ഒന്നും പറഞ്ഞാലോട്ട് കേൾക്കുന്നുമില്ല. ആദിലയുടെ റോൾ ഇവരാണ് ചെയ്യുന്നതെന്ന് തോന്നിപ്പം. മാനേജർ അനുമോളാകട്ടെ 2 അസിസ്റ്റന്റുമാരുണ്ടെങ്കിലും എല്ലാ ജോലികളും താൻ തന്നെ ചെയ്യാമെന്നുള്ള പിടിവാശിയിൽ ഓടിപ്പാഞ്ഞ് നടക്കുന്നു. ഗസ്റ്റായ ഷിയാസ് നല്ല പണി കൊടുത്തു മാനേജർക്ക്. പ്രാച്ചി എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എടുത്തു കൊടുത്തപ്പോൾ പ്രാച്ചിയെ ബിഗ് ബോസിന്റെ പുറത്തേക്ക് അഗാധതയിലേക്ക് വലിച്ചെറിഞ്ഞു ഷിയാസ്. അപ്പോൾ അതാ ഓവർ ആക്ടിങ്ങിന്റെ അതിപ്രസരം. ഉറക്കെ കരഞ്ഞുകൊണ്ട് തല ഭിത്തിയിൽ ഇടിക്കുന്ന അനുമോൾ. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അതൊന്നും ഒരു വിഷയമേ അല്ല. AK-47 എന്നറിയപ്പെടുന്ന റഷ്യക്കാരിയായ കമാൻഡോ ആയിരുന്ന സെക്യൂരിറ്റിയാണ് ജിസൈൽ. വെറുതെ തോക്കം പിടിച്ചു നടന്നാൽ ഒരു പെർഫോം നടത്താൻ സാധിച്ചില്ല. സാബുമാനാകട്ടെ ഒന്നും മിണ്ടാതാകാതെ പുറത്ത് ഒരു മാജിക്കൽ പ്രതിമയായിട്ട് നിൽക്കുന്നു. ആകെ വേർത്ത് കുഴിച്ച് വല്ലാത്തൊരവസ്ഥയായിരുന്നു. കണ്ടാ വിഷമം തോന്നും. അതുപോലെ എന്തെങ്കിലും ഒരു ആഗ്രഹം ചിന്തിച്ചിട്ട് ആ പ്രതിമയുടെ മുമ്പിലുള്ള ബോട്ടിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ സാധിക്കുന്ന ആഗ്രഹമാണെങ്കിൽ ഒരു കയ്യിലുള്ള വടി മറ്റേ കയ്യിലേക്ക് വന്നു ചേരും. അസിസ്റ്റന്റ് മാനേജറായ രണയും ഇവരൊക്കെ വെറുതെ ഓടിപ്പാഞ്ഞ് അതിലൂടെയൊക്കെ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഗസ്റ്റ് വന്നപ്പോൾ എല്ലാവരും കൂടി അവരുടെ ചുറ്റും നടക്കുന്നു. അവർ കൊണ്ടുവന്ന ഭക്ഷണ സാധനങ്ങൾ കുറെ ചന്തപ്പിള്ളേർ പോയി ഓടി വന്ന് എടുത്തുകൊണ്ടുപോയി കഴിക്കുന്നു. ഗസ്റ്റ് ആകട്ടെ അവർക്ക് വാരി കൊടുക്കുന്നു. എന്തൊക്കെയാണ് ഈ കാണുന്നത്? ഇതാണ് ഹോട്ടൽ നടത്തേണ്ടത്. ഗസ്റ്റിന്റെ ആരോഗ്യകാര്യങ്ങൾ നോക്കുന്ന ഹെൽത്ത് ഓഫീസർ ആകട്ടെ എന്തൊക്കെയോ എടുത്തുകൊണ്ട് തിന്നുകൊണ്ട് നടക്കുന്നു. ഗസ്റ്റായ ശോഭയും ഷിയാസും വന്നപ്പോൾ തന്നെ ബെഡ്റൂം വൃത്തിയാക്കാൻ ആവശ്യപ്പെടുന്നു. വൃത്തി അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അനീഷും ഷാനവാസും നന്നായി തന്നെ അവിടെയൊക്കെ വൃത്തിയാക്കുന്നു. വന്നപ്പോൾ തന്നെ വാഴത്തോട്ടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശോഭയൊക്കെ നടക്കുന്നത്. ഇതിനിടയ്ക്ക് ആര്യനും ആദിലയും ഗസ്റ്റിന് കൊടുക്കുന്ന അതേ ഫുഡ് തന്നെ തങ്ങൾക്കും വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം അവർ മുതലാളിയുടെ മകളും ഫ്രണ്ടും ഒക്കെയാണല്ലോ. ഈ കാര്യം വന്നപ്പോഴെങ്കിലും അവർ ഗെയിം ഓർത്തല്ലോ. പുറത്ത് വേർത്ത് നയിക്കുന്ന സാബുമാന് നിവിൻ എന്തൊക്കെയോ പ്രശ്നങ്ങൾ കഴിക്കാൻ കൊണ്ട് കൊടുക്കുന്നു. കിച്ചണിലുള്ളവർക്ക് കൂടുതൽ സ്റ്റാർ കൊടുത്തതിനെ പറ്റി വഴക്കുണ്ടാക്കുന്നു. സ്റ്റാർ കിട്ടാത്തവർ. ഇതിനിടയ്ക്ക് അതിലേക്ക് ഒരു പവർ കിട്ടുന്നു, എന്തോ ഒരു എണ്ണം പോലത്തെ. അതുകൊണ്ട് ഒരു കാര്യം സാധിക്കും. എനിക്കൊരു പവർ ഇല്ലെന്നാണ് GM പറഞ്ഞത്. അതുകൊണ്ട് GMന്റെ ഒപ്പമോ അതിനും മുകളിലുള്ള ഒരു പവർ എനിക്ക് വേണമെന്ന്. ഇനി മറ്റുള്ളവർക്ക് GM സ്റ്റാർ കൊടുക്കുമ്പോൾ അതിൽ എന്റെ ഇൻഫ്ലുവൻസും ഉണ്ടാകുമെന്ന് ആദില. ഇനിയെങ്കിലും ആ പവർ യൂസ് ചെയ്ത് ഗെയിം കളിച്ചാൽ മതിയായിരുന്നു. ഇതിനിടയ്ക്ക് ബെഡ്റൂമിൽ വെച്ച് അനീഷിനെ സ്റ്റാച്ചു ആയി നിർത്തി ശോഭ ജിസൈലിനെ കൊണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്യിപ്പിക്കുന്നു. അനീഷിന് അത്ര ഇഷ്ടമായില്ലെങ്കിലും ഗസ്റ്റ് പറഞ്ഞതുകൊണ്ട് അനുസരിക്കുന്നു. ശോഭ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് അനീഷിനൊപ്പം പുറത്തേക്ക് നടക്കുന്നു. എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുന്നു. വൈകുന്നേരം സ്റ്റാർ കൊടുത്തപ്പോൾ ജിസൈലിന് വെറും 2 മിനിറ്റ് ഡാൻസ് ചെയ്തപ്പോൾ 2 സ്റ്റാർ കൊടുത്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ നന്നായിട്ട് പണിയെടുത്ത ഞങ്ങൾക്ക് ഷാനവാസിനും എനിക്കും 1 സ്റ്റാർ മാത്രമേ തന്നുള്ളൂ. ഇത് എന്റെ ഇഷ്ടമാണെന്ന് ലക്ഷ്മി പറഞ്ഞപ്പോൾ നിങ്ങൾ കാണിച്ച അനീതിയാണെന്നും ഗസ്റ്റ് എന്നെ ഒരു ഹോട്ടലിലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിൽ എന്നെ അപമാനിച്ചിട്ടും ഏതെങ്കിലും ഹോട്ടലിൽ ഇങ്ങനെ എന്നെ
എനിക്ക് വേണ്ടി ചോദിക്കേണ്ട ജനറൽ മാനേജറായ നിങ്ങൾ ഒരക്ഷരം പോലും ചോദിച്ചിട്ടില്ല. ഞാൻ സമരത്തിലാണ്. ഞാൻ ഇവിടെ ഇരിക്കും. ഇതിന് തീരുമാനമുണ്ടാകുന്നതുവരെ. ലക്ഷ്മി ശോഭയോട് പറയുന്നുണ്ടായിരുന്നു. കൂടുതൽ സ്റ്റാർ കിട്ടിയ അക്ബറിനും അനീഷിനും തങ്ങൾക്ക് കിട്ടിയ വലിയ പണിയിൽ നിന്ന് രക്ഷപ്പെടാനും അത് കിട്ടാത്തതുകൊണ്ടുള്ള വഴക്കാണിതെന്നും അനീഷാകട്ടെ ദൃഢനിശ്ചയത്തോടെ എന്തിനേയും പോരുന്ന ശക്തിയോടെ പാറ പോലെ ഉറച്ച് അവിടെ ഇരിക്കുന്നു. ഭക്ഷണം പോലും കഴിക്കാതെ. രാത്രി 1:30 ആയി കാണും. ഷിയാസ് പുറത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നു. നിങ്ങൾ കാരണമല്ല എന്ന് അനീഷ് ഷിയാസിനോട്. കപ്പടിക്കാനുള്ള അനീഷിന്റെ ഗെയിമാണെന്ന് ആര്യൻ. ഇതൊരു ഉറച്ച നിലപാടാണെന്ന് 3:30 ആയപ്പോൾ ഷിയാസും ശോഭയും തമ്മിൽ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഷിയാസിന് മാത്രം ഗുഡ് നൈറ്റ് പറഞ്ഞ് ഷേക്ക് ഹാൻഡ് കൊടുത്ത് പോകുന്ന അനീഷ്. ഇതെന്താ എങ്ങനെയെന്ന് ശോഭ ചോദിച്ചപ്പോൾ ശോഭ നേരത്തെ ചെയ്ത ആക്ടിവിറ്റിയുടെ പ്രശ്നമാണെന്ന് ഷിയാസ്. കട്ടിലേക്ക് കിടക്കുന്ന അനീഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി ശോഭ സംസാരിക്കുന്നു. ഒരു ഗെയിമിന്റെ രീതിയിൽ എടുത്താൽ പോരെയെന്ന്. എനിക്ക് നിങ്ങളോട് റെസ്പെക്റ്റ് ആയിരുന്നു. നിങ്ങൾ ഷേക്ക് ഹാൻഡ് തരാതെ പോകുന്നത് വരെയുള്ള സമയം. എനിക്ക് ആരോട് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എനിക്ക് അവരോട് ചിരിക്കാനാവില്ലെന്ന് അനീഷ്. എന്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ അതിന് ഞാൻ ക്ഷമ പറയാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ക്ഷമ ചോദിക്കുന്നു ശോഭ. ഞാനത് ചെയ്തു കഴിഞ്ഞപ്പോഴോ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ശോഭ മാഡം എന്നെ പുറത്തേക്ക് വിളിച്ചപ്പോൾ തന്നെ എന്റെ വിഷമം പോയെന്ന് അനീഷ്. എന്റെ ഇന്റൻഷൻ അതായിരുന്നില്ല. നിങ്ങൾക്കൊരു വിഷമമാവുമെന്ന് ഞാൻ കരുതിയില്ല. സോറി എന്ന് പറയുന്നു. അനീഷും പറയുന്നു എന്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ സോറി എന്ന് പറയുന്നു. ശോഭ കരയുന്നുണ്ടായിരുന്നു. ഇറ്റ്സ് ഓക്കെ, അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ചു. മനോഹരമായ മുഹൂർത്തം. എപ്പിസോഡിന്റെ അവസാനം. ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും തൂക്കിയത് അനീഷാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥികളെ പറ്റി കമന്റ് ചെയ്യാമോ?